സമൂഹത്തിനെ അനലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്. അപ്പം എന്താണ് നത്തിങ് ഈസ് പ്രൈവറ്റ് എന്നുള്ളതാണല്ലോ ഫെമിനിസ്റ്റ്. പ്രൈവറ്റും പൊളിറ്റിക്സ്, പ്രൈവറ്റായ സ്വകാര്യം എന്നുള്ള സംഭവം ഇല്ല യഥാർത്ഥത്തിൽ. എല്ലാം പൊളിറ്റിക്കലാണെന്ന് കാണുന്ന ഫെമിനിസ്റ്റത്തിൻ്റെ രീതി. അതിൽ നിന്നൊക്കെ നമ്മൾ പിന്നെ സമൂഹത്തിനെ അനലൈസ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു വയലൻസിന്, വലിയൊരു അക്രമത്തിന് സമൂഹം എത്ര കാലമായിട്ട് മൂടി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളെ കണ്ണ് കാണിക്കാതെ മറച്ചു വെച്ചിരിക്കുന്നു ഈ വയലൻസൊക്കെ. അപ്പോൾ അത് കാണാനുള്ളൊരു കണ്ണ് നമുക്കുണ്ടായി എന്നുള്ളതാണ്. വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീ വിമോചനമാണെന്ന് വിശ്വസിക്കുന്ന അജിത, സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പണ്ട് നടത്തിയ പോരാട്ടങ്ങളുടെ തുടർച്ചയായാണ് സ്ത്രീ വിമോചന പ്രവർത്തനങ്ങളെയും കാണുന്നത്. ഫെമിനിസത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമായി അജിത കരുതുന്നു. മറ്റ് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള, വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് പോകണമെന്ന് അഭിപ്രായമില്ല. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്, ഫെമിനിസം എന്ന് പറയുന്നത് എവരി ഇഷ്യൂ ഇസ് എ വുമൻസ് ഇഷ്യൂ എന്ന് കാണുന്നുണ്ടെങ്കിൽ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഒരു ലെഫ്റ്റ് മൂവ്മെൻറ്റിനോ റവല്യൂഷണറി മൂവ്മെൻറ്റിനോ കോൺട്രഡിക്ടറി ആവണമെന്നില്ല, വൈരുദ്ധ്യാത്മകം ആവണമെന്നില്ല. ക്യാൻ ബി കോംപ്ലിമെൻ്ററി. ഇടക്കാലത്ത് ജനാധിപത്യ സംരക്ഷണ സമിതിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന അജിത, തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിന്റെ അപക്വതയെക്കുറിച്ച് ബോധ്യം വന്ന ഒരു ഇടതുപക്ഷ വിശ്വാസിയാണ്. മെയിൻ സ്ട്രീം ലെഫ്റ്റ് പാർട്ടീസ് അവർ പ്രവർത്തിക്കാൻ അവരെന്നെ വിളിക്കുകയാണെങ്കിൽ, എൻ്റെ സർവീസ് ആവശ്യമാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എന്താ പറയുന്നത് കണ്ടീഷൻസോട് കൂടിയിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിരുപാധികമായിട്ട് പ്രവർത്തിക്കില്ല ഒരാളുടെ കൂടെ. ഐ വാണ്ട് ടു കീപ് മൈ ഇൻഡിപെൻഡൻസ്. പഴയ തീവ്രവാദ പ്രവർത്തകരിൽ ആരെയും പോലെ മാവോയിലുള്ള കടുത്ത വിശ്വാസമാണ് അജിതയെ നക്സലിസത്തിൽ കൊണ്ടെത്തിച്ചത്. തീവ്രവാദ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് നടത്തിയ പുനരന്വേഷണങ്ങളുടെ പുതിയ നിഗമനങ്ങളിൽ എത്തിയപ്പോഴും മാവോ അജിതയുടെ മുഖ്യ പ്രചോദനമായി നിലകൊള്ളുന്നു. മനുഷ്യന് പിന്നെ അങ്ങനെ ചില ഘടകങ്ങൾ ആവശ്യമാണ്. നമ്മളെപ്പോഴും വളരെ ഒബ്ജക്റ്റീവായിട്ട് യുക്തിവാദികളുമായി ചിന്തിക്കില്ലല്ലോ. അപ്പം മാവോ ദൈവമാണെന്ന് വെച്ചാൽ ദൈവമൊന്നുമല്ല, ഞാനത് എനിക്ക് അറിയുകയും ചെയ്യാം, ഒബ്ജക്റ്റീവ്ലി അറിഞ്ഞോ. പക്ഷെ എപ്പോഴും മാവോ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു ഇതാണ്, ഇൻസ്പിറേഷനാണ്, ഒരു വേദനയാണ്. 60കളുടെ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലൂടെ രംഗത്തുവന്ന